വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓറഞ്ച് ജ്യൂസിൽ നട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൈനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഗ്രേപ്സ് ജ്യൂസിലും സോക്ക് ചെയ്ത് വെക്കാം. ഇതിൽ ഞാൻ ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഡേറ്റ്സൊക്കെ ചേർക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ റൈസിൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 തരം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് 2-3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല കളറിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല കളറിൽ കിട്ടും. പിന്നെ കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്, ഹേസൽനട്ടും എടുത്തിട്ടുണ്ട്. ആൽമണ്ട്സോ പിസ്തയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഓറഞ്ച് കളറിലും റെഡ് കളറിലും ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും എടുത്തിട്ടുണ്ട്, ഇത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി. ഇതിന് പകരം മുന്തിരി ജ്യൂസ് എടുത്താലും മതി. ഇതിലേക്ക് ഒരു 10-15 ഡേറ്റ്സ് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡേറ്റ്സ് ചേർക്കുന്നില്ല. ഈ ടൂട്ടി ഫ്രൂട്ടിയും ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊക്കെ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ചേർത്താൽ മതി. ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഈ ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇതേപോലെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഡ്രെയിൻ ചെയ്തിട്ടാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. ഇത് വൈനിലൊക്കെയാണ് സോക്ക് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരു 3-4 ദിവസം വെക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. ഞാനിവിടെ 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗ്രീൻ കളറിലും ഒക്കെ ഉള്ള ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒരു കാരമൽ ചെയ്തെടുക്കുന്നുണ്ട് ഷുഗർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ഒരു പാത്രത്തിലേക്ക്, നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോഴും ഒന്ന് സ്പൂണൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. പഞ്ചസാര മെൽറ്റായി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിമിൽ ഓയിലേക്ക് ആക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കാരമൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ കരിഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാരമൽ ഇത് ചേർക്കുന്നത് കൊണ്ടാണ് പ്ലം കേക്കിന് നല്ല കളർ കിട്ടുന്നത്. ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ഇതുപോലെ കാരമൽ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഒരുപാട് ഇത് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഒരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഈ വെള്ളം ചേർക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം ചേർക്കാൻ, കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആവി നമ്മുടെ കയ്യിലേക്ക് തട്ടുകയും ചെയ്യും. അതുമല്ല മുഖത്തേക്ക് ഇതിൻ്റെ ആവി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്.
ഇതിന് നന്നായിട്ടൊന്ന് ബോയിൽ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ജാതിക്കായുടെ പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ചിരണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൗഡർ ആക്കിയിട്ട് ചേർത്താലും മതി. ഇതിലേക്ക് ചേർക്കുന്ന പട്ടയുടെ പൊടി, അതുപോലെ ഏലക്ക, ഇതുപോലെ ഈ ഗ്രാമ്പു വേണമെങ്കിൽ ചേർക്കാം, ജാതിക്ക, ഇതെല്ലാം കൂടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചിട്ട് ചേർത്താലും മതി. ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. ഇതൊരു 1/4 ടീസ്പൂണാണ് വേണ്ടത്. ഇതിലേക്ക് ചുക്കിൻ്റെ പൊടി വേണമെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്ലോറിൻ്റെ ഒപ്പം ഒന്ന് അരിച്ചിട്ട് ചേർക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതുകൂടെ ചേർക്കാം. ഇനി മാറ്റി വയ്ക്കാം. ഞാനിത് മൈദാമാവ് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്, വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചിട്ടാണ്. 1 കപ്പ് വീറ്റ് ഫ്ലോർ എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ കേക്കിലേക്ക് ഫ്ലോർ എടുക്കുമ്പോൾ കപ്പ് നേരിട്ട് ഫ്ലോർ മുക്കിയെടുക്കരുത്. അല്ലാതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കപ്പിലേക്ക് ഏത് മാവായാലും അളന്നിട്ട് വേണം എടുക്കാൻ. അപ്പോൾ 1 കപ്പ് മാവ് ഞാൻ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പട്ടയുടെ പൊടിയും അതുപോലെ ഏലക്ക പൊടിച്ചതും നട്ട്മഗിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എപ്പോഴും മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പൊടിച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയിലേക്ക് 1 നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഹൈ സ്പീഡിലേക്ക് ആക്കി കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒരു ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ബൗളൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇതേപോലെ തന്നെ നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഫ്ലോറിലേക്ക് മിക്സ് ചെയ്ത് ചേർത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം മെൽറ്റ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗറിൻ്റെ സിറപ്പാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ ഉണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർക്കുന്നത് കൊണ്ടാണ് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കേക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഡേറ്റ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ ഉണക്കമുന്തിരി ബ്ലാക്ക് കളറിലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കളറിൽ കിട്ടും, നല്ല ഡാർക്ക് കളറിൽ കിട്ടും.
ഇപ്പോൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഫ്ലോർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എല്ലായിടത്തും നന്നായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി എഗ് മിക്സിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്തിട്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ്, നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ആ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഗ്രേപ്സ് ആണ് ജ്യൂസാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ മാവിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു 9 ഇഞ്ചിൻ്റെ ഒരു പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാവും. ഞാനിത് 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഇനി നന്നായിട്ട് ഒന്ന് തണുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഒരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതുപോലെ വൈനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് എല്ലാ ദിവസവും ഒന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിൽ മൈദ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മൈദ ഉപയോഗിക്കാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.